ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ. ഈവനിങ് സ്നാക്ക് മാത്രമല്ല കേട്ടോ, നമുക്കിത് സ്റ്റാർട്ടർ ആയിട്ടോ അതല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക്, അതായത് സ്നാക്ക് ബോക്സിലേക്ക് കൊടുത്തയക്കാനോ ഒക്കെ പറ്റുന്ന ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു വിഭവമാണ് പനീർ പക്കോട. ഓൾറെഡി നമ്മൾ പനീർ വെച്ചിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. സാധാരണ നമ്മൾ പനീർ കഴിക്കുമ്പോൾ അതിനൊരു വികാരമില്ലാത്ത പോലെ തോന്നില്ലേ? അതുകൊണ്ട് തന്നെ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ കുറച്ച് ഒനിയനും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചേർത്ത് നല്ല അടിപൊളി കവറിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പക്കോടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്കിന്ന് പനീർ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ട് നമുക്കിത് കഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം പനീർ ക്യൂബ്സ് ആണ് എടുത്തേക്കുന്നത്. ഏത് കമ്പനി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ തീരെ ചെറിയ ക്യൂബ്സ് ആയിട്ടുള്ള പനീറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പനീറിന്റെ കട്ടിയായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത്, അതായത് പഴംപൊരി പോലെ അല്ലെങ്കിൽ ഒരു ചിക്കൻ്റെ സ്ട്രൈപ്സ് പോലെയോ ഒക്കെ ആ ഒരു രീതിയിലും നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു പക്കോട ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ക്യൂബ്സ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതുമല്ല, നിങ്ങൾക്ക് പനീർ വീട്ടിലുണ്ടാക്കിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെള്ളം ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. സ്റ്റൗ ഓഫ് ചെയ്യണം. അതായത് പനീർ ഇട്ടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ പനീർ ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പം അത് ഒരു 5 മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ. നമുക്ക് അപ്പോഴേക്കും ഈ ഒരു പക്കോട ഉണ്ടാക്കാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ബാറ്ററിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടലമാവാണ് യൂസ് ചെയ്യുന്നത്. 1 കപ്പ് കടലമാവ് നമുക്ക് എടുക്കാം കേട്ടോ. 1 കപ്പ് അളവിൽ കടലമാവ് എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് മൈദ മാവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്കറിയാലോ, പനീറിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഒരുപാട് ഉപ്പൊന്നും പിടിക്കില്ല. അതായത് നമ്മൾ ഉപ്പ് ഇട്ട് വേവിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപ്പൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറൊന്നുമില്ല. ഈ ഒരു ബാറ്ററിൽ ഈ കോട്ടിങ്ങിൽ വരുന്ന ഉപ്പ് തന്നെയാണ് മെയിനായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് അത് കണക്കാക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട്. അതേസമയം നമ്മൾ പനീറിൻ്റെ ഉള്ളിൽ ഉപ്പ് പിടിക്കില്ലല്ലോ എന്ന് ഓർത്ത് ബാറ്ററിൽ ഉപ്പ് കൂട്ടിയിട്ടാലും അത് നന്നായിരിക്കില്ല. ഇനി നമ്മുടെ പക്കോടയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയല്ല, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചാട്ട് മസാല ഇല്ലെങ്കിൽ ഒരല്പം മീറ്റ് മസാലയോ അതല്ലെങ്കിൽ ഗരം മസാലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുമ്പോൾ അതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം വേണമെങ്കിൽ കടലമാവിൻ്റെ കൂടെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് അങ്ങനെയും ഈ മിക്സ് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ പിന്നെ കടലമാവും മൈദയും കൂടെ ചേർത്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. കട്ടയൊന്നുമില്ലാതെ കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല കട്ടി ദോശമാവിൻ്റെ പരുവത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ മാവ് അല്ലെങ്കിൽ ബാറ്റർ നമ്മൾ നല്ലതുപോലെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നോർമലി നമ്മൾ പനീർ ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യാറ്. അതേസമയം നമ്മൾ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള പക്കോട ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് അടുപ്പിച്ച് വെക്കാം. നമ്മൾ ഈ ബാറ്ററിലോട്ട് ഒരു ചെറിയ സവോള, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് ചെറുതെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോളയും പച്ചമുളകും അതുപോലെ ഇഞ്ചിയും നമ്മൾ ഈ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ ഈ ഒരു സമയത്ത് നമ്മൾ 5 മിനിറ്റ് നേരം നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ പനീർ ഇട്ട് വെക്കാൻ പറഞ്ഞിരുന്നു. അത് നമ്മൾ ഊറ്റി വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രെയിൻ ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മളിട്ട ഈ ഒരു വെജിറ്റബിൾസ് ഉണ്ടല്ലോ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നിങ്ങൾക്ക് ഇതിന് പകരം കരിവേപ്പില ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ മല്ലിയിലയും കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ മല്ലി ചട്നിയും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 5-6 ഇതള് പുതിനയില, 5 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഞാൻ ഇതിൽ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടി അരച്ചെടുക്കാം. നമ്മുടെ മിന്റ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പക്കോട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ പനീർ ക്യൂബ്സ് നമ്മുടെ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് ബലത്തിൽ ചെയ്യരുത്, നമ്മുടെ പനീർ ഉടഞ്ഞു പോകും. അതുകൊണ്ട് പതുക്കെ ഒരു സ്പൂൺ വെച്ച് ചെയ്താൽ മതി. നല്ലതുപോലെ നമുക്ക് പനീർ ഇതിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നല്ല തിളച്ച എണ്ണയിൽ നമുക്കിത് കോരി ഇട്ട് വറുത്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി പക്കോട ഉണ്ടാക്കാം. നമ്മളുടെ കടായി ചൂടാവാനായിട്ട് ഓൾറെഡി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏത് ഓയിൽ വേണമെങ്കിലും, കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏതാണ് കോമൺ ആയിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് കുത്തി നിറച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് 1-2 ബാച്ചസ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇട്ട ഉടനെ തന്നെ ഇളക്കരുത്. അപ്പോൾ അതിൻ്റെ ആ കോട്ടിംഗ് ഒക്കെ വിട്ട് പോവും. അതേസമയം ഒന്ന് ആയതിന് ശേഷം മാത്രം നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇടുകയാണെങ്കിൽ കംപ്ലീറ്റ് കോട്ടായി തന്നെ കിടക്കും. അപ്പം നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കാം. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് ഒക്കെ ഇതാ നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. കണ്ടോ, അടിപൊളിയായിട്ടുള്ള പനീർ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ നമ്മുടെ വളരെ യമ്മി ആയിട്ടുള്ള പനീർ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ ഇതിലേക്ക് ഓനിയനും അതുപോലെ പച്ചമുളകൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് മീൻ ചട്നി കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും വയറ് നിറയെ ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന പനീർ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ പ്രത്യേകം യൂസ് ചെയ്തേക്കുന്നത് ചാട്ട് മസാലയാണ്. ചാട്ട് മസാല തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഈ ഒരു നമ്മുടെ പക്കോടയുടെ കൂടുതൽ രുചിയായിട്ട് നിൽക്കുന്നത്. അതുപോലെ മിൻ ചട്നിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.